മറൈൻ ഫിഷറീസ് ആൻഡ് സീ ഫുഡ് പ്രോസസിംഗിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഡ്യൂൾ 3-ൽ ഫിഷ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റംസ് എന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. ഇതിനെ 5 യൂണിറ്റ്സ് ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യൂണിറ്റിൽ മൈക്രോബയോളജിയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൈക്രോബയോളജി എന്നാൽ ഏകകോശ ജീവികളായ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ തുടങ്ങിയ സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനമാണ്. മത്സ്യത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതിൽ ബാക്ടീരിയയ്ക്ക് പ്രധാന പങ്കുണ്ട്. ബാക്ടീരിയയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബാക്ടീരിയോളജി. അതിന്റെ അടിസ്ഥാന പാഠങ്ങളായ ബാക്ടീരിയയുടെ ഘടന, വളർച്ച, ക്ലാസിഫിക്കേഷൻ എന്നിവയാണ് ഒന്നാമത്തെ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ബാക്ടീരിയയുടെ ഘടന എന്ന ഭാഗം വിശദമായി നോക്കാം. ഇവ വ്യക്തമായ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത പ്രോകാരിയോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന ഏകകോശ സൂക്ഷ്മജീവികളാണ്. Structure of a bacterial cell. ഒരു ബാക്ടീരിയ കോശത്തിന്റെ ഘടനയെ പ്രധാനമായി 3 ഭാഗങ്ങളായി തിരിക്കാം. ഫിലി അഥവാ ഫിംബ്രിയെ, ഫ്ലജല്ലം എന്നിവ ഉൾപ്പെടുന്ന അപ്പൻഡേജസ്, ക്യാപ്സ്യൂൾ, സെൽ വാൾ, സെൽ മെംബ്രെയിൻ എന്നിവ ഉൾപ്പെടുന്ന സെൽ എൻവലപ്പ്, റൈബോസോം, ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ് എന്നിവ ഉൾപ്പെടുന്ന സൈറ്റോപ്ലാസ്മിക് റീജിയൻ. കോശ ആവരണത്തിന്റെ പുറമേ കാണുന്ന കട്ടി കൂടിയ ഭാഗമാണ് ക്യാപ്സ്യൂൾ. ഇത് കോശത്തിനെ വരണ്ടുപോകാതെ സംരക്ഷിക്കുകയും അവയെ നശിപ്പിക്കാൻ കഴിവുള്ള ആന്റിബയോട്ടിക് പോലുള്ള വസ്തുക്കൾ കോശാന്തർഭാഗത്തേക്ക് കടക്കാതെ തടയുകയും ചെയ്യുന്നു. ക്യാപ്സ്യൂളിനും പ്ലാസ്മ മെംബ്രെയിനും മധ്യഭാഗത്തായി കാണുന്ന ആവരണമാണ് സെൽ വാൾ. ബാക്ടീരിയയ്ക്ക് നിയതമായ ആകൃതി നൽകുകയും പ്രോട്ടോപ്ലാസം പുറത്തേക്ക് പോകാതെ തടയുകയും ചെയ്യുകയാണ് സെൽ വാളിന്റെ ധർമ്മം. സെൽ വാളിനകത്തായി കാണപ്പെടുന്ന മൂന്നാമത്തെ ആവരണമാണ് സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ. പോഷക ഘടകങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് സഹായിക്കുകയും എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുകയുമാണ് പ്ലാസ്മ മെംബ്രെയിന്റെ ധർമ്മം. ബാക്ടീരിയയുടെ കോശാന്തർഭാഗത്തുള്ള സൈറ്റോപ്ലാസ്മിക് റീജിയനിൽ കാണുന്ന ജനിതക വസ്തുക്കൾ അഥവാ ജനറ്റിക് മെറ്റീരിയലാണ് ന്യൂക്ലിയോയിഡ് അഥവാ DNA എന്നറിയപ്പെടുന്നത്. കോശത്തിന്റെ എല്ലാ സ്വഭാവവും നിയന്ത്രിക്കുന്നത് ഈ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ചില ബാക്ടീരിയ കോശങ്ങളിൽ അധികമായി കാണുന്ന DNA ആണ് പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്ന റൈബോസോമുകൾ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്ടീരിയ കോശങ്ങളിൽ കാണപ്പെടുന്ന നീണ്ട വാല് പോലുള്ള ഭാഗമാണ് ഫ്ലജല്ല. ബാക്ടീരിയയുടെ ചലനത്തിന് സഹായിക്കുകയാണ് ഇതിന്റെ ധർമ്മം. അതിന്റെ ക്യാപ്സ്യൂളിൽ കാണപ്പെടുന്ന ചെറിയ നാരുകൾ പോലുള്ള ഭാഗമാണ് പിലി അഥവാ ഫിംബ്രിയെ. ഇത് ബാക്ടീരിയയുടെ കോൺജുഗേഷന്റെ സമയത്ത് ജനിതക മെറ്റീരിയലുകൾ കൈമാറ്റം ചെയ്യുന്നതിനും എവിടെയും ഒട്ടിപ്പിടിക്കുന്നതിനും സഹായിക്കുന്നു. എല്ലാവർക്കും ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ അഥവാ ബാക്ടീരിയയുടെ വളർച്ച എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. ഏകകോശ ജീവികളുടെ വളർച്ച എന്നാൽ കോശത്തിന്റെ വലിപ്പം വർദ്ധിക്കുക എന്നതല്ല, മറിച്ച് അവയുടെ എണ്ണം കൂടുക എന്നതാണ്. സാധാരണ ബാക്ടീരിയയിൽ ബൈനറി ഫിഷൻ വഴിയാണ് കോശവർദ്ധനവ് നടക്കുന്നത്. ഏകകോശ ജീവികളിൽ നടക്കുന്ന എസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതിയാണ് ബൈനറി ഫിഷൻ. ഓരോ കോശവും സമാന വലിപ്പത്തിലുള്ള 2 കോശങ്ങളായി വിഭജിക്കുന്ന രീതിയാണ് ബൈനറി ഫിഷൻ. അനുകൂല സാഹചര്യത്തിൽ ബാക്ടീരിയ അതിന്റെ സാധാരണ നീളത്തേക്കാൾ ഇരട്ടി നീളമാകുകയും DNA ഇരട്ടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 2ആയി മുറിഞ്ഞ് 2 പുതിയ ബാക്ടീരിയകൾ ഉണ്ടാകുന്നു. ഈ പ്രക്രിയ നിരന്തരം നടക്കുന്നതിനാൽ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഒരു ബാക്ടീരിയ അതിന്റെ എണ്ണം ഇരട്ടിയാകാൻ എടുക്കുന്ന സമയമാണ് ജനറേഷൻ ടൈം. ഈ ജനറേഷൻ ടൈം പല ബാക്ടീരിയകളിലും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് കോള ഇരട്ടിക്കുന്നതിന് 20 മിനിറ്റ് സമയമെടുക്കും. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് 18 മണിക്കൂറും മൈക്കോബാക്ടീരിയം ലെപ്രെ 14 ദിവസവും എടുക്കുന്നു. ഇങ്ങനെ വർദ്ധിക്കുന്ന ബാക്ടീരിയകളുടെ എണ്ണവും വർദ്ധിക്കാൻ എടുക്കുന്ന സമയവും രേഖപ്പെടുത്തി ഒരു ഗ്രാഫ് വരച്ചാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സിഗ്മോയിഡ് കർവ് കിട്ടും. ഇതിനെ ബാക്ടീരിയയുടെ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് കർവ് എന്ന് പറയുന്നു. ഇതിന് 4 വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്: ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഡെത്ത് ഫേസ്. ഒന്നാമത്തേത് ലാഗ് ഫേസ്.
ബാക്ടീരിയയെ പുതിയ കൾച്ചർ മീഡിയത്തിൽ നിക്ഷേപിക്കുമ്പോൾ അത് പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയമാണിത്. ബൈനറി ഫിഷിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ബാക്ടീരിയയുടെ വലിപ്പം ഇരട്ടിയാകുന്നു, എണ്ണം വർദ്ധിക്കുന്നില്ല. രണ്ടാമത്തെ ലോഗ് ഫേസിൽ ബൈനറി ഫിഷൻ തുടങ്ങിക്കഴിഞ്ഞ് അതിന്റെ എണ്ണം വളരെ വേഗത്തിൽ കൂടാൻ തുടങ്ങുന്നു. വളർച്ചാ നിരക്ക് പാരമ്യത്തിലാകുന്ന ഘട്ടമാണ് ലോഗ് ഫേസ്. ഒരു ബാക്ടീരിയയുടെ ജനറേഷൻ ടൈം പ്രകടമാകുന്നത് ഈ ഘട്ടത്തിലാണ്. മൂന്നാമത്തേത് സ്റ്റേഷനറി ഫേസ്. കൾച്ചർ മീഡിയത്തിൽ നിന്നും പോഷണം സ്വീകരിച്ച് എണ്ണം വർദ്ധിക്കുന്ന ബാക്ടീരിയ അതിന്റെ വിസർജ്യവും അവിടെ തന്നെ നിക്ഷേപിക്കുന്നു. ക്രമേണ പോഷക വസ്തുക്കളുടെ അളവ് കുറയുകയും വിസർജ്യത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അതിനാൽ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് കുറയുകയും കുറച്ചു കോശങ്ങൾ നശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ബാക്ടീരിയയുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുന്നില്ല. നാലാമത്തെ ഡെത്ത് ഫേസ്. കൾച്ചർ മീഡിയത്തിലെ പോഷക വസ്തുക്കൾ മുഴുവൻ തീരുകയും വിസർജ്യ വസ്തുക്കൾ കൂടുകയും ചെയ്യുമ്പോൾ ബാക്ടീരിയയുടെ വിഭജനം നിലയ്ക്കുകയും അവ നശിക്കുന്നതിന്റെ തോത് കൂടുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ വളരെ വേഗത്തിൽ ബാക്ടീരിയ കോശങ്ങൾ ചത്തൊടുങ്ങുന്നു. ജീവനുള്ള ബാക്ടീരിയകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഈ ഘട്ടമാണ് ഡെത്ത് ഫേസ് അഥവാ ഫേസ് ഓഫ് ഡിക്ലൈൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ ബാക്ടീരിയയും അവയുടെ ആകൃതി, വളരുന്ന സാഹചര്യം, സ്വഭാവ സവിശേഷതകൾ എന്നിവയിലെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിൽ ബാക്ടീരിയയുടെ ഷേപ്പ്, ടെമ്പറേച്ചർ റിക്വയർമെന്റ്, ഓക്സിജൻ റിക്വയർമെന്റ്, ന്യൂട്രീഷൻ റിക്വയർമെന്റ്, സലൈനിറ്റി ടോളറൻസ്, ഗ്രാം സ്റ്റെയിനിങ്, പാത്തോജെനിസിറ്റി എന്നിങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവയെ വ്യത്യസ്ത വിഭാഗങ്ങളിലായി തരംതിരിച്ചിരിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഷേപ്പ്. ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പൊതുവെ ബാക്ടീരിയകളെ കോക്കസ്, ബാസിലസ്, വിബ്രിയോ, സ്പൈറൽ എന്നിങ്ങനെ 4 ആയി തരംതിരിക്കാം. കോക്കസ് അഥവാ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ, ബാസിലസ് അഥവാ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, വിബ്രിയോ അഥവാ കോമ ഷേപ്ഡ് ബാക്ടീരിയ, സ്പൈറൽ അഥവാ സ്പ്രിംഗ് ഷേപ്ഡ് ബാക്ടീരിയ. ഒരു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ ചില ബാക്ടീരിയകൾ വൃത്താകൃതിയിലോ ഗോളാകൃതിയിലോ കാണപ്പെടുന്നു. ഇത്തരം ബാക്ടീരിയകളെ കോക്കസ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ അഥവാ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയകൾ എന്ന് പറയുന്നു. ഇവ സാധാരണയായി നോൺ മോട്ടൈൽ അഥവാ ചലിക്കാൻ പറ്റാത്തവയാണ്. ഇവ ഏകകോശമായോ ഒന്നിലധികം കോക്കസ് കോശങ്ങൾ ചേർന്നോ കാണപ്പെടുന്നു. സ്ട്രെപ്റ്റോകോക്കസ് വിഭാഗം ബാക്ടീരിയകളിൽ ഇത്തരം റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ കോശങ്ങൾ നിരനിരയായി ചേർന്ന് കാണപ്പെടുന്നു. എന്നാൽ സ്റ്റഫൈലോകോക്കസ് വിഭാഗം ബാക്ടീരിയകളിൽ കോക്കസ് സെൽസ് മുന്തിരിക്കുല പോലെ ഒരു കൂട്ടമായാണ് കാണപ്പെടുന്നത്. ചിലയിനം ബാക്ടീരിയകൾ നാര് പോലെയോ ചെറിയ ദണ്ടിന്റെ ആകൃതിയിലോ ആണ് കാണപ്പെടുന്നത്. ഇവയാണ് ബാസിലസ് അഥവാ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. ഇവ മിക്കവയും ചലിക്കാൻ കഴിവുള്ളവയാണ്. ഇത്തരം ബാക്ടീരിയകളിൽ ഭൂരിഭാഗവും ഏകകോശ ബാസിലസ് ആയാണ് കാണപ്പെടുന്നത്. സാൽമൊണല്ല, ഈകോളൈ എന്നിവ ഇത്തരം ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ്. ബാസിലസ് കോശങ്ങൾ നിരനിരയായി ചേർന്ന് നിൽക്കുന്ന ബാക്ടീരിയകളെ സ്ട്രെപ്റ്റോബാസിലെ എന്നറിയപ്പെടുന്നു. ഇനി ചിലയിനം ബാക്ടീരിയകൾ ചെറുതായി വളഞ്ഞ് കോമയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു. ഇതിനെയാണ് വിബ്രിയോ അഥവാ കോമ ഷേപ്ഡ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. ഇവ ചലനശേഷിയുള്ളവയും കോശാഗ്രഭാഗത്ത് നീണ്ട ഫ്ലജല്ല കാണപ്പെടുകയും ചെയ്യുന്നവയാണ്. വിബ്രിയോ കോളറയാണ് ഈ വിഭാഗത്തിന് ഉദാഹരണം. ഇനി മറ്റു ചില ബാക്ടീരിയകൾ സ്പ്രിംഗ് ആകൃതിയിൽ കാണപ്പെടുന്നു. ഇതിനെ സ്പൈറൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്പൈറിലം, സ്പൈറോകീഡ്സ് എന്നിങ്ങനെ 2 വിഭാഗം ബാക്ടീരിയകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പൈറിലം റിജിഡ് സ്പൈറൽ ഫോം ബാക്ടീരിയകളും സ്പൈറോകീഡ്സ് ഫ്ലെക്സിബിൾ സ്പൈറൽ ഫോം ഓഫ് ബാക്ടീരിയയുമാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ അഥവാ ടെമ്പറേച്ചറിനെ അടിസ്ഥാനമാക്കിയുള്ള ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയെന്ന് നോക്കാം.
പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും എല്ലായിടത്തും കാണപ്പെടുന്നതുമായ സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ. അവയ്ക്ക് വളരാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളിൽ പ്രധാന ഘടകമാണ് ടെമ്പറേച്ചർ. ഒരു ബാക്ടീരിയയ്ക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ താപനിലയാണ് അതിന്റെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ബാക്ടീരിയയ്ക്കും വളരാൻ ആവശ്യമായ താപനിലയുടെ അടിസ്ഥാനത്തിൽ അവയെ പ്രധാനമായും മൂന്നായി തിരിക്കാം. തെർമോഫൈൽസ് അഥവാ ടെമ്പറേച്ചർ ലവിംഗ് ബാക്ടീരിയ, മീസോഫൈൽസ് അഥവാ മോഡറേറ്റ് ടെമ്പറേച്ചർ ലവിംഗ് ബാക്ടീരിയ, സൈക്രോഫൈൽസ് അഥവാ കോൾഡ് ലവിംഗ് ബാക്ടീരിയ. ഇതിൽ സൈക്രോഫൈൽസ് എന്നാൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകളാണ്. ഇവ 20 ഡിഗ്രിക്ക് താഴെ 0 ഡിഗ്രി വരെയുള്ള ഏത് ടെമ്പറേച്ചറിലും വളരുന്നു. അവയുടെ വളർച്ച ഏറ്റവും കൂടുതലായി നടക്കുന്നത് 15 ഡിഗ്രി സെൽഷ്യസിലാണ്. പോളാർ ഐസ്, സ്നോഫീൽഡ്, ഡീപ് ഓഷൻ എന്നിവിടങ്ങളിലാണ് ഇത്തരം ബാക്ടീരിയകൾ കൂടുതൽ കാണപ്പെടുന്നത്. സ്യൂഡോമോണസ് സ്പീഷീസ് ആണ് ഈ വിഭാഗത്തിന്റെ ഉദാഹരണം. മത്സ്യത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതിൽ മിക്ക ബാക്ടീരിയയും സൈക്രോഫൈൽസ് ഗണത്തിൽപ്പെട്ടവയാണ്. മീസോഫൈൽസ് അഥവാ മോഡറേറ്റ് ടെമ്പറേച്ചർ ലവിംഗ് ബാക്ടീരിയ, ഇവ അധികമായ തണുപ്പോ ചൂടോ ഇഷ്ടപ്പെടുന്നില്ല. 20 മുതൽ 40 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂടിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ താപനില 30 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. സാൽമൊണല്ല, സ്റ്റഫൈലോകോക്കസ് തുടങ്ങി രോഗകാരികളായ മിക്ക ബാക്ടീരിയകളും ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. 41 ഡിഗ്രി സെൽഷ്യസ് മുതൽ മുകളിലേക്കുള്ള ടെമ്പറേച്ചറിൽ നന്നായി വളരുന്നവയാണ് തെർമോഫൈൽസ് എന്നറിയപ്പെടുന്നത്. സാധാരണ 41 ഡിഗ്രി സെൽഷ്യസ് മുതൽ 90 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിൽ ആണ് ഇത്തരം ബാക്ടീരിയകൾ കൂടുതൽ കാണുന്നത്. ഇതിൽ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ടെമ്പറേച്ചർ 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ചില ബാക്ടീരിയകൾ 90 ഡിഗ്രി സെൽഷ്യസ് മുതൽ 122 ഡിഗ്രി സെൽഷ്യസ് വരെ വളരുന്നവയുമുണ്ട്. ക്ലോസ്ട്രീഡിയം പോലുള്ള മിക്ക സ്പോർ ഫോമിംഗ് ബാക്ടീരിയകളും തെർമോഫൈൽസ് ഗണത്തിൽപ്പെടുന്നവയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഓക്സിജൻ റിക്വയർമെന്റ്. ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ഓക്സിജന്റെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ വിശദമാക്കുന്നത്. ഏകകോശ ജീവിയായ ബാക്ടീരിയയ്ക്ക് അവയുടെ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ എന്നിവയ്ക്കെല്ലാം ഓക്സിജൻ ആവശ്യമാണ്. എന്നാൽ ചിലയിനം ബാക്ടീരിയകൾക്ക് വളരുന്നതിന് ഓക്സിജൻ ആവശ്യമില്ല. ഇങ്ങനെ ഓക്സിജന്റെ ആവശ്യകതയെ ആസ്പദമാക്കി ബാക്ടീരിയകളെ പൊതുവെ 4ആയി തിരിക്കാം. മൈക്രോ എയ്റോഫിലിക്, എയ്റോബിക്, ഫാക്കൽറ്റേറ്റീവ്ലി അനൈറോബിക്, അനൈറോബിക് ബാക്ടീരിയ. മൈക്രോ എയ്റോഫിലിക് ബാക്ടീരിയകൾക്ക് തീരെ കുറഞ്ഞ അളവിലുള്ള ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വളരുവാൻ കഴിയും. ലാക്ടോബാസിലസ്, സ്ട്രെപ്റ്റോകോക്കസ് എന്നിവ മൈക്രോ എയ്റോഫിലിക് വിഭാഗത്തിൽ പെടുന്നവയാണ്. എയ്റോബിക് വിഭാഗം ബാക്ടീരിയകൾക്ക് വളർച്ചയ്ക്കും വംശവർദ്ധനവിനും ഓക്സിജൻ അത്യാവശ്യമാണ്. സ്റ്റഫൈലോകോക്കസ്, ഇ കോളൈ എന്നിവ എയ്റോബിക് ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ്. മൂന്നാമത്തെ വിഭാഗമായ ഫാക്കൽറ്റേറ്റീവ്ലി അനൈറോബിക് ബാക്ടീരിയകൾക്ക് ഓക്സിജൻ ഉള്ള സാഹചര്യത്തിലും ഇല്ലാത്ത സാഹചര്യത്തിലും വളരാൻ കഴിയുന്നു. ലിസ്റ്റീരിയ, സാൽമൊണല്ല എന്നിവ ഫാക്കൽറ്റേറ്റീവ്ലി അനൈറോബിക് വിഭാഗം ബാക്ടീരിയകളാണ്. അനൈറോബിക് ബാക്ടീരിയകൾ ഓക്സിജന്റെ അസാന്നിധ്യത്തിലാണ് വളരുന്നതും വംശവർദ്ധനവും നടത്തുന്നതും. ഓക്സിജന്റെ സാന്നിധ്യം അവയെ നശിപ്പിക്കുന്നു. ക്ലോസ്ട്രീഡിയം ബാക്ടീരിയം ഇത്തരം വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയയാണ്. ലാബിലുള്ള ബാക്ടീരിയയുടെ വളർച്ച പരിശോധിക്കുകയാണെങ്കിൽ
മൈക്രോ എറോഫിലിക് ബാക്ടീരിയ വളരെ കുറച്ച് ഓക്സിജൻ ഉപയോഗിക്കുന്നതിനാൽ ടെസ്റ്റ് ട്യൂബിലുള്ള കൾച്ചർ മീഡിയത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നും കുറച്ച് താഴെയായി കാണുന്ന ഭാഗത്തായാണ് കോളനികൾ ഉണ്ടാക്കുന്നത്. എയ്റോബിക് ബാക്ടീരിയയ്ക്ക് അവയുടെ വളർച്ചയ്ക്ക് ഓക്സിജൻ അത്യാവശ്യമായതിനാൽ കൾച്ചർ മീഡിയത്തിന്റെ ഏറ്റവും മുകളിലായാണ് അവയുടെ കോളനികൾ കാണപ്പെടുന്നത്. ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബിക് ബാക്ടീരിയകൾക്ക് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിലും ഓക്സിജൻ ഉള്ള അവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്നതിനാൽ അവ കൾച്ചർ മീഡിയത്തിലുടനീളം വ്യാപിച്ച് കാണുന്നു. അനേറോബിക് ബാക്ടീരിയയ്ക്ക് വളരാൻ ഓക്സിജൻ ആവശ്യമില്ലാത്തതിനാൽ ടെസ്റ്റ് ട്യൂബിലുള്ള കൾച്ചർ മീഡിയത്തിന്റെ അടിവശത്തായാണ് കോളനികൾ ഉണ്ടാക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ റിക്വയർമെന്റ്. ആഹാര നിർമ്മാണത്തിന്റെ രീതിയും ആഹാരത്തിന്റെ ആവശ്യകതയും അടിസ്ഥാനമാക്കിയുള്ള ബാക്ടീരിയകളുടെ ക്ലാസിഫിക്കേഷൻ. ജീവികളുടെ അടിസ്ഥാന ആവശ്യകതകളിൽ ഒന്നാണ് ആഹാരം. ഹരിതസസ്യങ്ങൾ സൂര്യപ്രകാശത്തിലുള്ള ഊർജം ആഹാരമാക്കി മാറ്റുന്നു. ഇതുപോലെ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളതും ഇല്ലാത്തതുമായ ബാക്ടീരിയകളുണ്ട്. ഇവയെ ഓട്ടോട്രോഫ്സ് എന്നും ഹെറ്ററോട്രോഫ്സ് എന്നും രണ്ടായി തിരിക്കാം. സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നവയെ ഓട്ടോട്രോഫ്സ് എന്നും സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാതെ ആഹാരത്തിനായി മറ്റുള്ളവയെ ആശ്രയിക്കുന്നവയെ ഹെറ്ററോട്രോഫ്സ് എന്നും അറിയപ്പെടുന്നു. ഓട്ടോട്രോഫ്സിനെ സാധാരണയായി രണ്ടായി തിരിക്കാം. ഇതിൽ സൂര്യപ്രകാശത്തിലെ ഊർജത്തെ ഫോട്ടോസിന്തസിസ് വഴി ആഹാരമാക്കി മാറ്റുന്ന ബാക്ടീരിയകളെ ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നു. ഇവയുടെ സെൽ വാളിൽ ക്ലോറോഫിൽ ഉണ്ടാകും. ഉദാഹരണമായി സയനോ ബാക്ടീരിയ. കീമോട്രോഫ്സ് അഥവാ രാസപദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തെ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയകൾ. ഇവ സാധാരണയായി കടലിന്റെ അടിത്തട്ടിലുള്ള അന്ധകാരത്തിലാണ് കാണപ്പെടുന്നത്. നൈട്രജൻ ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ എന്നിങ്ങനെയുള്ളവയാണ് കീമോ ഓട്ടോട്രോഫ്സിന് ഉദാഹരണം. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തതും ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നതുമായ ബാക്ടീരിയകളെ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നു. സാപ്രോഫൈറ്റ്സ് അഥവാ ചീഞ്ഞ വസ്തുക്കളെ ആഹാരമാക്കി മാറ്റുന്നവയും പാരസൈറ്റ്സ് അഥവാ അന്യജീവികളെ ആശ്രയിച്ച് കഴിയുന്നതുമായ ബാക്ടീരിയകൾ ഹെറ്ററോട്രോഫ്സ് വിഭാഗത്തിൽ പെടുന്നു. രോഗകാരികളായ മിക്ക ബാക്ടീരിയകളും ഹെറ്ററോട്രോഫ്സ് വിഭാഗത്തിൽ പെടുന്നവയാണ്. ഉദാഹരണമായി സാൽമണല്ല, വിബ്രിയോ കോളറെ എന്നിങ്ങനെയുള്ള രോഗകാരികളായ ബാക്ടീരിയകൾ പാരസൈറ്റിക് വിഭാഗത്തിലുള്ള ഹെറ്ററോട്രോഫ്സ് ആണ്. Classification of bacteria based on salinity tolerance. ഉപ്പുരസം അതിജീവിക്കാനുള്ള ബാക്ടീരിയയുടെ കഴിവ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ. പ്രകൃതിയിൽ സമുദ്രജലം പോലെ ഉപ്പ് കൂടുതലുള്ള സാഹചര്യം, ഉപ്പുരസം ഇല്ലാത്ത പ്രദേശം എന്നിങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ ബാക്ടീരിയകൾ അധിവസിക്കുന്നു. ഉപ്പുരസത്തെ അതിജീവിക്കാനുള്ള അവയുടെ കഴിവിനെ അടിസ്ഥാനമാക്കി ഹാലോഫിലിക് ബാക്ടീരിയ, ഹാലോ ടോളറന്റ് ബാക്ടീരിയ, ഹാലോഫോബിക് ബാക്ടീരിയ എന്നിങ്ങനെ ബാക്ടീരിയകളെ 3 വിഭാഗങ്ങളിലായി തരംതിരിക്കാം.
ഹാലോഫിലിക് ബാക്ടീരിയ അഥവാ സോൾട്ട് ലവിംഗ് ബാക്ടീരിയ. ഇവ ഉപ്പുരസം അധികമായുള്ള സാഹചര്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. ഇവയുടെ വളർച്ചയ്ക്ക് മറ്റ് ബാക്ടീരിയകളെ അപേക്ഷിച്ച് വളരെ കുറച്ച് ജലസാന്നിധ്യം മതിയാകും. ഉദാഹരണമായി സെറേഷ്യ സാലിനേറിയ. ഹാലോടോളറന്റ് ബാക്ടീരിയ അഥവാ സോൾട്ട് ടോളറന്റ് ബാക്ടീരിയ. ഇവ സാധാരണയായി ഉപ്പുരസമുള്ള സാഹചര്യത്തിൽ വളരുന്നു. എന്നാൽ ഇവയ്ക്ക് ഉപ്പുരസമില്ലാത്ത സാഹചര്യത്തിലും വളരുവാൻ കഴിയുന്നു. ഇങ്ങനെ ഉപ്പുരസമുള്ള സാഹചര്യത്തിലും ഇല്ലാത്ത സാഹചര്യത്തിലും വളരുവാൻ കഴിവുള്ള ബാക്ടീരിയകളെയാണ് ഹാലോടോളറന്റ് ബാക്ടീരിയ എന്ന് അറിയപ്പെടുന്നത്. സ്റ്റഫൈലോകോക്കസ്, ലാക്ടോബാസിലസ്, വിബ്രിയോ എന്നിവ ഹാലോടോളറന്റ് വിഭാഗം ബാക്ടീരിയയിൽ പെടുന്നവയാണ്. ഉപ്പിട്ട് ഉണക്കിയ മത്സ്യങ്ങളെ കേടുവരുത്തുന്നത് ഹാലോഫിലിക്കും ഹാലോടോളറന്റും വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകളാണ്. ഹാലോഫോബിക് ബാക്ടീരിയ അഥവാ സോൾട്ട് ഹേറ്റിംഗ് ബാക്ടീരിയ. ഇവയ്ക്ക് ഉപ്പിന്റെ അംശം 1% കൂടുതലുള്ള സാഹചര്യത്തിൽ പോലും ജീവിക്കാൻ സാധിക്കില്ല. ശുദ്ധജലത്തിലേക്ക് കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ഹാലോഫോബിക് ബാക്ടീരിയ. എച്ചറിഷ്യ കോളി ഹാലോഫോബിക് ബാക്ടീരിയ വിഭാഗത്തിൽ പെടുന്നവയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഗ്രാം സ്റ്റെയിനിങ്. ഗ്രാം സ്റ്റെയിനിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. ഗ്രാം സ്റ്റെയിൻ ആണ് മൈക്രോബയോളജിയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന സ്റ്റെയിനിങ് മെത്തേഡ്. സ്റ്റെയിനിങ്ങിന്റെ വ്യത്യാസത്തിൽ ബാക്ടീരിയകളെ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ബാക്ടീരിയയുടെ കോശഭിത്തിയിലുള്ള പദാർത്ഥങ്ങൾ ചില സ്റ്റെയിനുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം മാറ്റത്തെ ആശ്രയിച്ചാണ് ഇങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നത്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്ന ഡാനിഷ് ഫിസിഷ്യൻ ആണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത്. ഇതിൽ പ്രൈമറി സ്റ്റെയിനായി ക്രിസ്റ്റൽ വയലറ്റ്, മോഡറന്റ് ആയി ഗ്രാംസ് അയോഡിൻ, ഡീകളറൈസർ ആയി എത്തനോൾ, കൗണ്ടർ സ്റ്റെയിനായി സാഫ്രാനിൻ റെഡ് എന്നിവ ഉപയോഗിക്കുന്നു. ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയറിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു ഫ്രഷ് കൾച്ചറിൽ നിന്നും ബാക്ടീരിയ കോശങ്ങളെ ഒരു ക്ലീൻ ഡ്രൈ സ്ലൈഡിലേക്ക് മാറ്റുന്നു. ഇതിലേക്ക് ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ തുള്ളിത്തുള്ളികളായി ഒഴിക്കുന്നു. 30 മുതൽ 40 സെക്കൻഡിന് ശേഷം അധികമുള്ള സ്റ്റെയിൻ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നു. ഈ സമയം മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുമ്പോൾ എല്ലാ കോശങ്ങളും പർപ്പിൾ കളറിൽ തന്നെ കാണപ്പെടുന്നു. അടുത്തതായി ഇതിലേക്ക് ഗ്രാംസ് അയോഡിൻ ലായനി തുള്ളികളായി ഒഴിക്കുന്നു. 1 മിനിറ്റ് കാത്തിരിക്കുന്നു. അയോഡിൻ ക്രിസ്റ്റൽ വയലറ്റുമായി ചേർന്ന് ഡൈ അയോഡിൻ കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഈ സമയവും എല്ലാ കോശവും പർപ്പിൾ കളറായി തന്നെ കാണപ്പെടുന്നു. ഇനി എത്തനോൾ ഉപയോഗിച്ച് സ്ലൈഡിനെ കഴുകുക. അധികമുള്ള എത്തനോൾ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നു. ഈ ഘട്ടത്തിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾ പർപ്പിൾ നിറം നിലനിർത്തുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ പർപ്പിൾ നിറം നഷ്ടപ്പെട്ട് നിറമില്ലാതെ കാണപ്പെടുന്നു. ഇതിലേക്ക് കൗണ്ടർ സ്റ്റെയിനായ സാഫ്രാനിൻ തുള്ളികളായി ഒഴിക്കുക. 20 മുതൽ 30 സെക്കൻഡിന് ശേഷം വെള്ളം ഉപയോഗിച്ച് അധികമുള്ള സ്റ്റെയിൻ കഴുകിക്കളയുന്നു. ഇതോടെ നേരത്തെ നിറം നഷ്ടപ്പെട്ട ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ സാഫ്രാനിന്റെ നിറം ആഗിരണം ചെയ്ത് പിങ്ക് അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഗ്രാം പോസിറ്റീവും പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നവ ഗ്രാം നെഗറ്റീവുമായിരിക്കും. സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ
എന്നിവ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ്. എസ്ചെറിഷ്യ കോളി, വിബ്രിയോ കോളറെ എന്നിവ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ പാത്തോജെനിസിസ്. രോഗമുണ്ടാക്കാനുള്ള ബാക്ടീരിയയുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ. സാധാരണയായി നമുക്ക് രോഗമുണ്ടാക്കുന്ന ദോഷകരമായ ബാക്ടീരിയകളും ഉപകാരപ്രദമായ ബാക്ടീരിയകളും ഉണ്ട്. ഇങ്ങനെ രോഗമുണ്ടാക്കാനുള്ള കഴിവിനെ അടിസ്ഥാനമാക്കി ബാക്ടീരിയകളെ പൊതുവെ പാത്തോജനിക് അഥവാ രോഗകാരിയായവ എന്നും നോൺ പാത്തോജനിക് അഥവാ രോഗകാരി അല്ലാത്തവ എന്നും രണ്ടായി തിരിക്കാം. മറ്റ് ജീവികളിൽ രോഗമുണ്ടാക്കാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് പാത്തോജനിക് വിഭാഗത്തിൽപ്പെടുന്നത്. രോഗമുണ്ടാക്കാനുള്ള പാത്തോജന്റെ കഴിവിനെയാണ് വിറുലൻസ് എന്ന് അറിയപ്പെടുന്നത്. ഒരു ബാക്ടീരിയയുടെ രോഗമുണ്ടാക്കാനുള്ള കഴിവ് അതിന്റെ ആക്രമണോത്സുകതയും വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയും ആശ്രയിച്ചിരിക്കുന്നു. വായുവിലൂടെയും മലിനജലത്തിലൂടെയും കൊതുക് പോലുള്ള രോഗം പരത്തുന്ന ജീവികളിലൂടെയും രോഗിയായ മനുഷ്യരുടെ സമ്പർക്കത്തിലൂടെയും ഒക്കെ രോഗകാരികളായ ബാക്ടീരിയകൾ പല വിധത്തിൽ മനുഷ്യരിലും മറ്റു ജീവികളിലേക്കും വ്യാപിക്കുന്നു. സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്, സാൽമൊണല്ല, വിബ്രിയോ കോളറെ എന്നിവ രോഗകാരികളായ ബാക്ടീരിയകൾക്ക് ചില ഉദാഹരണമാണ്. ജീവികളിൽ രോഗമുണ്ടാക്കാത്തവയും പല വിധത്തിലും ഉപകാരപ്രദവുമായ ബാക്ടീരിയകളാണ് നോൺ പാത്തോജനിക് വിഭാഗത്തിൽപ്പെടുന്നത്. സാധാരണയായി മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ഈ കോളൈ ബാക്ടീരിയകൾ ദഹനത്തിന് സഹായിക്കുകയും ബയോട്ടിനും വൈറ്റമിൻ കെയും ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നവയാണ്. തൈര് ഉൽപാദനം പോലുള്ള ഫുഡ് ഫെർമെന്റേഷൻ പ്രോസസ്സിൽ ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയകൾ സഹായിക്കുന്നു. മണ്ണിലും ചെടികളുടെ വേരിലും അടങ്ങിയിരിക്കുന്ന നൈട്രോസോമോണസ്, നൈട്രോസോകോക്കസ് പോലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ വാതകത്തെ സോളിഡ് നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്നു. ജീവികളുടെ ത്വക്കിൽ വസിക്കുന്നവയും സാപ്രോഫൈറ്റ്സും ഉൾപ്പെടെ ഏകദേശം 70% ബാക്ടീരിയകളും നോൺ പാത്തോജനിക് വിഭാഗത്തിൽപ്പെട്ടവയാണ്.